മറ്റൊരാരോപണം അത് മറ്റൊന്നല്ല. എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. തിരുവനന്തപുരത്തൊരു മുഖാമുഖം നടത്തി. അവിടെ ഈ വാദം ഇങ്ങനെ നാടുകളെ പറഞ്ഞു നടക്കുന്ന പലരും ആ സദസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു തെളിവ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞതിന് ഒരു തെളിവിന്റെ അംശം കാണിച്ചു തരാൻ ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാന്ന് പറഞ്ഞു. ഒരുത്തരം കണ്ടില്ല, വായിച്ചില്ല. എന്തേ വായിക്കാത്തത്? വായിക്കട്ടെ, ഇങ്ങനെ നാട്ടുകാരോട് പറയാ. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ തെളിയിക്കാൻ സാധ്യമല്ല. തെളിയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത്. പിന്നെന്താ? പിന്നെ ഒരു ഇസ്ലാം മാസിക ഇങ്ങനെ എടുത്തു കാണിക്കും. 2007 ഏപ്രിൽ പുറത്തിറങ്ങിയ ഇസ്ലാം മാസിക. അൽ ജബ്ബാർ മൗലവി നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കള്ളനായകൾ പറയുന്ന കള്ളക്കച്ചവടക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവര് പറയുന്ന ദുർന്യായങ്ങൾക്ക് മറുപടി പറയുകയാണ്. ആ മറുപടി പറയുന്നതിനിടയിൽ ഒരു വാചകം, ആ വാചകം ഇവർ മുറിച്ചു മാറ്റി. എന്താണ് ആ വാചകം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും റാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. എടവണ്ണ സുല്ലമിയും ഇക്കാര്യം അംഗീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകുന്നത്. നെല്ലിക്കുത്ത് മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തൗഹീദിന് സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ സുല്ലമി തന്നെ പറയുന്നത് കാണുക. ഇങ്ങനെ ജബ്ബാർ മൗലവി എഴുതിപ്പോയ ഒരു വാചകം, ആ വാചകത്തെ പിടിച്ചുകൊണ്ടാണ് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു എന്ത്? അത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന്. ആ തെറ്റിദ്ധാരണ ചില ആളുകൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ, പലരും അത് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കൃത്യമായി ഇത് ഇസ്ലാഹാണ്, 2008 ജനുവരിയിലെ ഇസ്ലാം. അതിലൊരു ചോദ്യം കൃത്യമായി കൊടുത്തു. എന്താ ചോദ്യം? ചോദ്യം മറ്റൊന്നല്ല, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം. നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചതും അതുതന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ ലക്കത്തിൽ വന്നൊരു ലേഖനത്തിലെ ചില പരാമർശങ്ങൾ അല്ലാഹുവല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുബൂരി മടമൂരി പ്രഭാഷകരും ലേഖകരും ഉദ്ധരിക്കുന്നു. പ്രസ്തുത ഉദ്ധരണി ചുവടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വായിച്ച ഉദ്ധരണി എടുത്തു കൊടുക്കാൻ. ഇതിനെക്കുറിച്ച് ഇസ്ലാഹിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഷമീർ കുറ്റിപ്പുറം. അതിന് കൃത്യമായി പത്രാധിപന് മറുപടിയും പറഞ്ഞു. എന്താ പത്രാധിപരുടെ മറുപടി? ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. പ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. കൃത്യമായി 2008 ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ